രാഹുലിനായി ജനങ്ങളുടെ മുറവിളി. രാഹുലിനെ തകർക്കുവാനായി കേക്കച്ചൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും രാഹുലിന്റെ തിരിച്ചുവരവിനായി ജനങ്ങളുടെ മുറവിളി തുടരുകയാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഇന്ന് മിഷൻ 250യുടെ 65-ാം ദിനം. ഇത് i2 ചാനലല്ലേ? അതെ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. എന്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ 83 വയസ്സുള്ള ഒരു ചെറിയ പയ്യനാണ്. വളരെ ചെറിയ പയ്യനാണല്ലോ, പറഞ്ഞു. വളരെ ചെറിയ പയ്യനാണ്. എനിക്ക് മക്കളും മക്കളും എല്ലാവരും ഉണ്ട്. വളരെ വിഷമത്തോടു കൂടിയാണ് എനിക്ക് ഈ സംഭവം പറയാനുള്ളത്. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഇത്തിരി പക്വതയുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ മനുഷ്യൻ മഹാമോശത്തരമാണ് കാണിച്ചത്. കാരണം അയാളൊരു ന്യൂസ് അറിഞ്ഞിരിക്കാം, അറിയാതിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷെ തൻ്റെ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരാളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എടുത്തു കളയാന്ന് വെച്ചാൽ ഒന്നന്വേഷിക്കണം. അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന ആരാണ്? ഈ വി.ഡി. സതീശന്റെ മോളോ മക്കളോ ആരും അല്ലല്ലോ. അയാൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ചോദിച്ചിട്ട് അത് പുറത്ത് പറയേണ്ടതാണെങ്കിൽ പുറത്ത് പറയാം. അയാൾക്കുള്ള ഒരു മോൾ ഇതുപോലെ വരെ വന്ന് പറയുകയാണെങ്കിൽ അയാൾ ഇതുപോലെ വിളിച്ച് വെളി പറയൂ. അപ്പൊ ഈ സ്ത്രീ എന്താ ഉപദേശിയാരാണ്? അങ്ങനെയാണെങ്കിൽ ഒരു ബന്ധിക്കോസ് സതീശാരട്ട് ഒരു റോഡിൽ പോയി നിന്ന് മൈക്കും എടുത്തും കൊണ്ട് കോൺഗ്രസ് ആറാ മുഴുക്കെ നന്നാക്കാൻ പോവുകയാണ്. ഇനി ഞാനിരുന്ന് നന്നാക്കിയാലേ ഈ നാട് നന്നാവുള്ളൂ, അവർക്ക് ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് പറയുക. എവള് ബോധം ഉണ്ടാക്കാൻ? എവളാര്? എവള് ബോധം പഠിപ്പിക്കാൻ? എനിക്ക് നല്ല ഭാഷകൾ അറിയാൻ, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അത്ര ചെറ്റത്തരമാണ് ആ സ്ത്രീ കാണിച്ചത്. ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ തന്റെ ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു സേനാനായകനെ ആരോപണം കേൾക്കുമ്പോൾ തന്നെ അവന്റെ തലവെട്ടാനായിട്ട് തള്ളിയിട്ട് കൊടുക്കുന്ന ഇവനൊരു നേതാവാണോ? കാരണം ഈ പറഞ്ഞ പോലെ കാര്യമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഒരു പ്രാഥമിക അന്വേഷണം പോലും ഒന്നും നടത്താതെ അപ്രകാരം ഒരു പണിയിലേക്ക് പോയിട്ട് ഇന്നും അതിട്ട് ജനങ്ങൾ, ഈ പിണറായി വിജയനെ വെറുക്കുന്ന ജനങ്ങൾ ഇതുപോലൊരു വിജയം സമ്മാനിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് വന്ന് എടുത്തു നിന്ന് തള്ളുന്നത് കണ്ടോ? അത് തന്നെ തള്ളലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ന്യൂസുകളിലെല്ലാം എല്ലാ ന്യൂസും കാണുന്നുണ്ട്. വേറെ ജോലിയൊന്നുമില്ല. ഞാൻ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഒന്ന് ടി വിയിൽ, ഒന്ന് ഈ പിന്നെ നമ്മുടെ മൊബൈലിലെ ചാനലുകളിലും എല്ലാവരുടെയും ന്യൂസുകൾ കാണുന്നുണ്ട്. ആരുടെയും ഓർക്കുന്നില്ല. പക്ഷെ എനിക്കൊരു വിഷമം തോന്നിയത് ഈ സതീശൻ ആ ഒരു നിമിഷത്തിൽ ആ സ്ത്രീയെ വിലക്കണമായിരുന്നു. നീ മിണ്ടിപ്പോരുത്. അല്ല, അതല്ല, പോലീസിൽ പരാതി കൊടുക്കാൻ പറയാമായിരുന്നു. അല്ല, പറയാം. പോലീസ് അന്വേഷിക്കട്ടെ, കോടതി ശിക്ഷിച്ചാൽ നമുക്ക് ഇതാക്കാന്ന് പറയുന്നത്. അല്ല, രക്ഷിക്കാനൊന്നും, ഇവനെ രക്ഷിക്കണമെന്ന് നിൽക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ നേരെ നീ പോലീസിൽ കൊണ്ടുപോയി കൊടു. ഇവിടെ പോലീസുണ്ട്, നിയമ സംവിധാനമുണ്ട്, നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. നീ പോലീസിൽ പരാതി കൊടു, അവരന്വേഷിക്കട്ടെ. ഭരണഘടനല്ലേ? എവിടെ വന്ന് മോണയും കിരിച്ചും കൊണ്ട് ഇവിടെ കണ്ട് ഇങ്ങനെ പറഞ്ഞ് ഉടൻ തന്നെ അവൻ വിളിച്ച് ഞാൻ എല്ലാം ശരിയാക്കി, ഞാൻ ഇവിടെ പാർട്ടിയെ നന്നാക്കി. എവിടെ നന്നാക്കിയെടുത്ത? അത് മാത്രമല്ല, ഇപ്പൊ ഒരു ഇലക്ഷൻ നടന്നില്ലേ? ഒരൊറ്റ മനുഷ്യൻ പോലും കോൺഗ്രസിന്റെ എന്നും പറഞ്ഞ് ഈ വീടുകളിലെങ്ങും ആരെയും കണ്ടില്ല. ഇല്ല. ഭയങ്കര പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെല്ലായിടവും കയറി പ്രവർത്തിച്ചു. എന്താ പ്രവർത്തിച്ചു? ഇവിടെങ്ങും ഒരു പട്ടികളും ഇല്ല പ്രവർത്തിക്കാൻ. ഒരു മനുഷ്യനും ഒരു വീട്ടിൽ കോണ്ടാക്ട് ഇല്ല. അതേസമയം BJPയുടെ CPM-ന്റെ ആൾക്കാർ 3-4 പ്രാവശ്യം ഈ വീടുകളിലെല്ലാം. നമ്മുടെയൊക്കെ സ്ഥലങ്ങളിലാണെങ്കിൽ ഈ BJP പ്രവർത്തകര് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഏതാണ്ട് 10 പ്രാവശ്യവും, അല്ലാത്ത പ്രവർത്തകർ ഒരു 12 പ്രാവശ്യം വന്നു. LDF ഒരു 8-9 പ്രാവശ്യം വന്നു. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന യുവമാര് എപ്പോഴോ കൊണ്ട് ഗേറ്റിനകത്തൂടെ ഒരു കീറിയ ഒരു നോട്ടീസ് ഇട്ടിട്ട് ഒരൊറ്റ ഒരുത്തം പോലും ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല. അതൊരു ബംഗാളിയെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അവന്മാരുണ്ട് അത് നോട്ടീസ് റോഡിൽ കളഞ്ഞേച്ചു പോവും. ചിലവന്മാർ അകത്തോട്ട് എറിഞ്ഞേച്ചു പോവും. അപ്പുറം ഇപ്പുറം വീടുകളല്ലേ? അപ്പോൾ ഒന്ന് അങ്ങോട്ട് എറിയും, ഒന്ന് ഇങ്ങോട്ട് എറിയും. ഒന്ന് ഈ റോഡിൽ വീഴും, അല്ലെങ്കിൽ അപ്പുറത്ത് ഗേറ്റിനകത്ത് വീഴും. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. ഒരു പ്രവർത്തനം ഇവിടെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നടത്തിയിട്ടില്ല. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. യവന്മാർ വെറുതെ ഒരു സ്ഥാനാർത്ഥി എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ എല്ലായിടവും നടന്നെന്ന് കാണണ്ട, ഞാനാണ് സ്ഥാനാർത്ഥി, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ അങ്ങനെ ഒരു കാര്യം പോലും ഇവന്മാരും ചെയ്തിട്ടില്ല. പിന്നെ ഇവന്മാർ ജയിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ വണ്ടിക്കാള മുതുകാള പോലെ കുറെ പഴയ കോൺഗ്രസ്, നെഹ്റുവിന്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും അതിനപ്പുറം ഉള്ള കാലങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാമല്ലേ. 2ാം ലോകമഹായുദ്ധ കാലത്ത് മറ്റേ അമേരിക്കയിൽ നിന്നുണ്ടെന്ന പാൽപ്പൊടി വാങ്ങിച്ച് കഴിച്ചവരാണ് ഞങ്ങളൊക്കെ. അന്ന് ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടിയ കാലങ്ങളുണ്ടായിരുന്നു. അന്ന് റേഷൻ കട ഇല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞി വെക്കൂല, വീട്ടിൽ അമേരിക്കൻ മാവില്ലെങ്കിൽ ഇത് കിട്ടൂല, അമേരിക്കൻ മാവും മറ്റേ പാൽപ്പൊടി അതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ നോക്കൂലായിരുന്നു. ആ കാലഘട്ടം ഉണ്ടായിരുന്നു.
അതൊന്നും ഇവനൊന്നും ഓർമ്മ കാണൂല. ഇപ്പോഴത്തെ വലിയ മുഖ്യമന്ത്രിയും എന്നൊക്കെ പറയുന്നവന്മാര് എത്രയാണ് 1.1 കോടിക്ക് കാറ് വാങ്ങിച്ച് നടക്കില്ലേ? ഒരു പറട്ട അംബാസഡർ കാർ ഇപ്പാനുള്ള യോഗ്യത ഉണ്ടോ അവന്മാർക്ക് ആർക്കെങ്കിലും? അവന്മാർ നടന്നു പോയ എൻ്റെ ഗ്രാൻഡ് അല്ല, ഫാദറിന്റെ ജ്യേഷ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പം പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ടായിരുന്നു. 50 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അതെല്ലാം തെങ്ങും പുരയിടങ്ങളുമാണ്, അതുപോലെ വയലുമുണ്ട്. ഇത് ഓരോരുത്തരും വന്ന് പറയുമ്പം പുള്ളി കുറേശ്ശെ എഴുതി കൊടുത്തു. അപ്പോൾ ഫാദർ പുള്ളിയായിട്ട് വഴക്കൊക്കെ ഇട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ ശരിയാവില്ല എന്നുള്ളത്. അവസാനം എഴുതി കൊടുത്ത് അവസാനം വന്നപ്പോൾ എന്താ, വീട് മാത്രമുണ്ട് ഇപ്പം. ആ വീട് മുഴുക്കെ ഇപ്പം ആല് പിടിച്ച് വളർന്ന് കിടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പിന്നെ ഇരുനില വീടുണ്ടായിരുന്ന ഒരൊറ്റ വീടേ ഉണ്ടായിരുന്നുള്ളൂ, അതവിടെ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ വകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാനുള്ളത് ഞങ്ങളത് കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ കൂടെ കാറും വണ്ടിയൊന്നും ഓടിയിട്ടില്ല. അവിടെ എല്ലാം സൈക്കിളും കാളവണ്ടിയായിരുന്നു. ഇപ്പോഴും റോഡിലുണ്ട്, വണ്ടിയുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയായിരുന്നു ആ കാലഘട്ടം മുതൽ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ഭരണം കണ്ട്, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണം കണ്ട്, പിന്നെ കരുണാകരൻ്റെ അയൽവാസിയായിട്ട് കുറേ ആൾ താമസിച്ചിട്ടുണ്ട്. അന്ന് ഈ മുരളി ഒരു നിക്കറും ഇട്ട് ഒരു ടീഷർട്ടും ഇട്ടും കൊണ്ട് അവിടെ ഇവിടെ നിന്ന് കറങ്ങുന്ന ഒരു കൊച്ചു പയ്യനായിരുന്നു. അയാൾക്കുള്ള വരാന്തയിൽ ഇവിടെയുള്ള ഒട്ടുമുക്കാലും ഇപ്പോഴത്തെ തലമുതിർന്ന ആൾക്കാർ അയാളുടെ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവന്മാര് രാഷ്ട്രീയം വളർത്തിയ ഇവിടെ എവിടെ രാഷ്ട്രീയം വളരാൻ പോകും? ഈ കേക്കച്ചൻ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ കേരളത്തെ നയിക്കാൻ? അയാൾ ഒരുത്തം വിചാരിച്ചെങ്കിൽ അത് ആ സ്പോട്ടിൽ നിന്നേൻ. അയാൾ വാണിംഗ് കൊടുക്കണം ആ സ്ത്രീക്ക്, മിണ്ടി പോരെന്ന് പറയണം. ഇമ്മാതിരിയുള്ള ചോറ്റത്തരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് നേരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. എൻ്റെ അടുത്തല്ല പറയേണ്ടത്. ഇയാളാര് കോടതിയും ജഡ്ജിയും എല്ലാം ഇയാൾ തന്നെയാണ്. അല്ല, ഇവനെ കുറിച്ച് ആരോപണം വന്നപ്പം മറ്റേ താരകേശന്റെ ഭാര്യ ഇവനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന് ഒരു അക്ഷരമില്ലായിരുന്നല്ലോ മിണ്ടാൻ. അല്ല, പറയുന്നതല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പ്രായം കടന്നല്ലേ ഇത്രയും ആൾക്കാർ ഇങ്ങോട്ട് വന്നത്. ഏവനെങ്കിലും നെഞ്ചത്ത് കൈവച്ചും കൊണ്ട് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടില്ല എന്ന് ഉള്ള ഒരുത്തം വന്നിട്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ നിർത്തിയപ്പം കല്ലെറിയാൻ പറഞ്ഞ പോലെ കല്ലെറിയാൻ ചുണയുള്ള ഏതെങ്കിലും ഒരുത്തം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ അവൻ്റെയൊക്കെ പിന്നെ ഈ മൊബൈൽ ഫോണുകളെല്ലാം പഴയ കാലത്തുള്ള എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ. ചാറ്റുള്ളതൊക്കെ ഇപ്പോഴല്ലേ വന്നത്, പണ്ട് ചാറ്റൊന്നുമില്ല, ഫോണും ലാൻഡ് ഫോണും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവന്മാർ ചെയ്തത് മഹാചട്ടത്തരാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ കുറച്ച് പയ്യന്മാർ വളർന്നു വരുന്നുണ്ട്, അവർ നല്ല രാഷ്ട്രീയ ഭാവിയുള്ളവരാണ്. അവരെ ചേർത്ത് നിർത്തി നല്ലവരായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് കൊടുത്താൽ നമുക്ക് ഇനിയൊരു നല്ല ഭാവിയുണ്ട്. കാരണം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ വേണം തിരഞ്ഞെടുക്കാൻ. ജനങ്ങൾക്കൊന്നും ചെയ്യാതെ ഇപ്പം ഈ പറഞ്ഞ മാതിരി സാധനത്തിൻ്റെ വിലകളൊക്കെ എത്രയോ ഇരട്ടിച്ചു. 1 കിലോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇപ്പം 450 രൂപ കൊടുക്കണം. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ അങ്ങ് ഒരുപാട് നശിച്ച് കിടന്നെന്ന് പറഞ്ഞവന്മാർ ഇപ്പം ഈ പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം തന്നെ എടുത്താൽ ഒരൊറ്റ കാര്യത്തിൻ്റെ എടുത്താൽ നോക്കിയാൽ മതി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപ, ഇപ്പം എത്ര രൂപ, അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മനുഷ്യൻ്റെ ജീവിത നിലവാരം എവിടെ പോയി കിടക്കുന്നു? മനുഷ്യൻ ജീവിക്കാൻ ഇപ്പോഴും കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. ഈ കണ്ടില്ലേ, ജോലിയില്ലാത്തത് ആൾക്കാർ ഇവിടെ പയ്യന്മാരായിട്ടുള്ള ഒരെണ്ണവും ഇല്ല. ഇവിടെ അങ്ങ് പട്ടി ഇറങ്ങിയാൽ പോലും തല്ലിക്കൊല്ലാൻ ആളില്ല. അവരെല്ലാം അങ്ങ് ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും UK യിലും. പിന്നെ കുറേ പാറട്ടക്കളവന്മാരിപ്പം ജോലിയും തൊഴിലും ഇല്ലാതെ ഓരോ വീട്ടുകളിൽ കാവലിരിക്കുന്ന ഇരിപ്പുണ്ട്. അവരൊക്കെ ഏത് സമയത്തും രാത്രി കിടക്കുമ്പോൾ നേരം വെളുത്ത അങ്ങനത്തെ കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും. കാരണം ഇങ്ങനെങ്കിലും ഒരാളെങ്കിലും വെളിയിൽ ഇത് പറയാൻ ഒരാൾ വേണം. കാരണം ഈ ചെറ്റത്തരങ്ങളെല്ലാം നാട്ടുകാർ അറിയണ്ടേ? നാട്ടുകാർ അറിഞ്ഞാലും പിന്നെ ചോര അങ്ങ് അസ്ഥി പിടിച്ചവന്മാരുണ്ട്, അവന്മാർ മാറിയൊന്നുമില്ല എത്ര പറഞ്ഞാലും. അപ്പൊ നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ശങ്കർ വക്കീൽ സാറിന് എന്താ പറ്റിയെന്ന് ഒന്നും അറിയാൻ വയ്യ. ഇവരൊക്കെ ഒരു ജാതിക്കാരായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാന്നുണ്ടോ? കുറച്ച് നാളായിട്ട് ഈ കേക്കച്ചനെ അങ്ങ് ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്കച്ചനാണ് ഏറ്റവും വലിയ ഏതാണ്ട് മറ്റൊരു ആള് എന്നുള്ള ഒരു രീതിയിൽ ഇയാളങ്ങ് പടച്ചു വിടുകയാണ്. ഇയാളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അയാളോടുള്ള ബഹുമാനം ഞങ്ങൾക്ക് ഇല്ലാതാവും. ശങ്കരൻ വക്കീലിന് എന്താ പറ്റുന്ന അറിയാമോ? ഈ കേക്കച്ച എന്തൊരു ഇവൻ ആരെങ്കിലും പിള്ളേർ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇപ്പം അവിടെ പോയി നിന്നുകൊണ്ട് പിന്നെ ന്യായം പറയാം. ഇവനെ അവിടെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചുകൊണ്ടുള്ള ഒരു തിണ്ണമെടുക്ക് കാണിക്കുന്നതല്ലാതെ ഇവനെ ശങ്കരൻ വക്കീലിലൂടെ പറഞ്ഞാൽ ഇവൻ എന്ത് കാരണവശാലും ജയിക്കൂല. പറവൂർ ഇവനെ തോപ്പിച്ചിരിക്കും. ഒരു സംശയമുണ്ട് സാറേ.
ഒരു സംശയം വേണ്ട. ഇവനെ തോപ്പിച്ചിരിക്കും. ഇവനില്ല ഇപ്പൊ ആരാണ്ടൊക്കെ എവിടെങ്ങാണ്ട് ഒന്നും ഇല്ലാതായില്ലേ, അതോടെ ഇവനെ ഇല്ലാതാകും. ശങ്കരൻ വക്കീൽ സാറിന്റെ പോലുള്ള ഡയലോഗ് അടിക്കാൻ പിന്നെ വക്കീലൊന്നും ആവണമെന്നില്ല. അതിനേക്കായാലും പള്ളിക്കൂടം കണ്ടിട്ടാകത്തവര് അതിനേക്കാളും നല്ല ഡയലോഗ് അടിക്കും. മനസ്സിലാവുന്നു? അയാളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, ഇപ്പോഴും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഇവനെ ഈ കേക്കച്ചനെ എന്തിനു ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കുന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. അത് അവര് ജാതിക്കാരോ ബന്ധുക്കാരോ സ്വന്തക്കാരൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ജാതിക്കാരെ അയാളെ കുറ്റം പറയും, ആര്? ശങ്കരൻ. പക്ഷെ ഇവനെ എന്തിനു പൊക്കിക്കൊണ്ട്, അപ്പൊ ബന്ധു സ്വന്തം അങ്ങോട്ട് കാണും. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ UDFന് ഇത്ര നേട്ടം ഉണ്ടായത് രാഹുലിന്റെ ഷാഫി പറമ്പലിന്റെ കഴിവുണ്ട്. അല്ലാതെ ഈ കേക്കിന്റെയോ മറ്റേ ആര് കിങ്ങിണിയുടെയോ അല്ലെങ്കിൽ കിങ്ങിണി കുട്ടന്റെയോ അരമന കിങ്ങിണിയുടെയോ ഒന്നും ബലത്തിലല്ല ഇത് കിട്ടിയത്. ഈ പിള്ളേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അത് കണ്ട് ഇവന്മാര് കിടന്ന് അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് ആടണ്ടെന്ന് പറഞ്ഞാര്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.